ഹലോ ഹായ് അസ്സലാമു അലൈക്കും. നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നിങ്ങൾക്ക് ഇതേ കാബേജ് വയലറ്റ് ഞാൻ അബുദാബിയിൽ വന്നപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് പിടിക്കണതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ ഇതേ വയലറ്റ് കാബേജ് ആയി വരണുള്ളൂ, റൗണ്ടായി വരണുള്ളൂ. പിന്നെ അത് അതിൻ്റെ ഇടയിൽ കസ്സാണ് കാണുന്നത്, ഒരു പ്രത്യേകതരം കസ്സ്. പിന്നെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല, അതൊക്കെ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. പിന്നെ അതേ നമ്മളാ സ്ട്രോബെറിയാണത്. ഇവിടെ ഒരു വൃത്തിയും വെടുപ്പില്ലാണ്ട് വെച്ചിട്ടാണ്. ഇവിടെ ഉണ്ട് പൂവിട്ടേക്കണ്. പിന്നെ അതിവിടെ കായ വന്നത് പോയി തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ കായ വന്നിട്ടില്ല. സ്ട്രോബെറിയാണ് ആ കാണുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കണസ ചെടികൾ. പിന്നെന്താ പറയുക, പിന്നെ ഇതിവിടെ ചോളം ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ സൂര്യകാന്തി ഉണങ്ങിപ്പോയി. ഇതിൻ്റെ പൂവൊക്കെ ഉണ്ടായി ഉണങ്ങിപ്പോയി. പിന്നെ അത് ഈ ചെടി അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഉണ്ട് ചെടി, കമൻറ്റ് ചെയ്യുക. ഈ ചെടി ഇതിനെപ്പറ്റി അറിയാവുന്നവർ, ചെമ്മീൻ പുളി എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളെന്താണെന്ന് വെച്ചാൽ പച്ചരിനെ പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിവരുടെ തൽക്കാലം പൊട്ടിക്കുന്നുണ്ട്, ആരെയും കാണാണ്ട്. കിട്ടിപ്പോയാൽ പോയി. വിത്തുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അതേ പയർ, ഒരു ജീവനില്ലാത്ത പയറുകൾ 5-6 പയറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെയൊക്കെ ഞാൻ കിടക്കുന്നത്, അവിടെയൊക്കെ പയറുണ്ട്. ഇവിടെ ഒരു വലിയ പയർ ആകെ ആവശ്യതായിക്കണ്. പിന്നെ അവിടെ ഈ പൊട്ടോട്ട തൈകളാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. ഇതൊക്കെ പൊട്ടോട്ടയുടെ തൈകളാണ്. പിന്നെ പറയത്തക്ക വിധത്തിൽ ഇതൊന്നും കൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ആരും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പണി കഴിച്ചവർ. അപ്പോൾ പൊട്ടോട്ട. പിന്നെ ഇതെന്താണെന്നറിയില്ല, ഇത് നമ്മളെ പനിക്കൂർക്ക. അതിങ്ങനെ ഇവിടെ നിന്ന് അയറ്റം വരെ ഉണ്ട്. പിന്നെ പുതിന, ഇവിടെ നിന്ന് അയറ്റം വരെ ഉണ്ട് പുതിന. ഇവിടെ നിന്ന് കസ് ഇങ്ങനെ അറ്റം വരെ. ഇത് നമ്മളെ എന്താ പറയുക, മല്ലിച്ചപ്പ്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു സാധനം ഉണ്ട്, അതെന്താണെന്നറിയില്ല കേട്ടോ. പിന്നെ ഇത് നമ്മളെ സവാള പൂവിട്ടിക്കണാണ്. പൂവും കായായിട്ടുണ്ട്, സവാളക്ക് കായായി. പിന്നെ അപ്പുറത്ത് ജർജർ, ഇതാ കാണുന്നത് ജർജർ. ഈ പൂവിൻ്റെ അപ്പുറത്ത് കാണുന്നത് ജർജർ. ഇത് നമ്മളെ കിയാറല്ല, മറ്റേ എന്താ പറയുക, ക്യാരറ്റിൻ്റെ തൈയാണ് ഈ കാണുന്നത് കേട്ടോ. അത് ഇവിടുന്ന് അറ്റം വരെ ക്യാരറ്റിൻ്റെ തൈ. ഇതെന്തെങ്ങാണ്ട് പുല്ലെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല എന്താന്ന്. ഇത് ക്യാബേജ്, വയലറ്റ് ക്യാബേജ്. ഇവിടുന്ന് അറ്റം വരെ വയലറ്റ് ക്യാബേജ്, ഇവിടുന്ന് അറ്റം വരെ സാധാരണ ക്യാബേജ്. മത്തങ്ങ ഇവിടുന്ന് ഇട്ടെടുക്കണ്. മത്തങ്ങ ഉണ്ട്, കൂസയുണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഇവിടെ ഇങ്ങനെയൊക്കെ കാഴ്ചെടുക്കുന്നുണ്ട്. ഇവിടെ പൂവിട്ടുണ്ട്, അവിടെ കാഴ്ചെടുക്കുന്നുണ്ട്. ഇവിടെ കായ്ച്ച് കിടക്കുന്നത് കണ്ട. അങ്ങനെ അറ്റം വരെയും വഴുതനങ്ങയാണ് കേട്ടോ. പിന്നെ നീലമുളക്, ഉണ്ടമുളക്, നീല കിളക്കണ്. പിന്നെ ഇത് സാധാരണ ക്യാപ്സിക്കനാണ് വേണ്ടത്. ഇത് ക്യാപ്സിക്കൻ പക്ഷെ ഉണ്ടായിട്ട് വലിയ ഗുണമില്ല. തക്കാളി ഇങ്ങനെ ഇരുന്ന് അറ്റം വരെ ഉണ്ട്. അവിടെ ഉണ്ട് തക്കാളി. ഇത്രയാണ് ഇവിടുത്തെ കാഴ്ച. അല്ല, അഞ്ഞുണ്ട് കേട്ടോ. തക്കാളി ഇവിടെ ഉണ്ട്. ഇത് ഇങ്ങനെ വന്നിട്ട് നമ്മളെ ചോളമല്ല, കമ്പാണ് ശരിക്കും, കമ്പം. പിന്നെ ഇതിവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതെന്താണെന്നറിയില്ല. എന്തോ കാട്ടുജാതിപ്പെട്ട വഴുതനങ്ങ എന്താ കണ്ടത്. അപ്പോൾ വേറെ ഒന്നുമില്ല. ഇത്രക്കൊക്കെ തന്നെ ഉള്ളു ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. ഓക്കെ, ബൈ.